ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഒരുപാട് ഹിന്ദു വിശ്വാസികളുള്ള ഒരു നഗരമാണ് നമ്മുടെ തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ 10 ക്ഷേത്രങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10. പൂങ്കുന്നം ശിവക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രവുമായി അടുപ്പമുള്ള ക്ഷേത്രമാണിത്. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് കൂടിക്കൊണ്ട ദേവനും ദേവിയും തന്നെയാണ് ഇവിടെ എന്ന് വിശ്വസിക്കുന്നു. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ പൂങ്കുന്നത്ത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലേതുപോലെ തന്നെ ഇവിടെയും ശിവദർശനം പടിഞ്ഞാറേക്ക് തന്നെയാണ്. 9. പെരുവരം മഹാദേവ ക്ഷേത്രം. തെക്ക് ദുർഗാക്ഷേത്രം, പടിഞ്ഞാറ് ഭദ്രകാളി, സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, വടക്ക് ശാസ്ത്ര ക്ഷേത്രം, കിഴക്ക് വിഷ്ണു ക്ഷേത്രം എന്നിവയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ് പെരുവരം മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പൂരം ക്രിസ്തുവർഷം 583 ആരംഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ചേർന്ന് ഭരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇത്. പരശുരാമന്റെ ഐതിഹ്യവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധം കാണുന്നുണ്ട്. 8. വടക്കുംനാഥ ക്ഷേത്രം. തൃശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന കേരളത്തിലെ 108 ശിവാലയ സ്തോത്രത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ശിവൻ, പാർവതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ, മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശക്തനമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. 7. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂർ പൂരത്തിലെ മുഖ്യ പങ്കാളികളിലൊന്നും പ്രധാനപ്പെട്ട ശക്തിക്ഷേത്രങ്ങളിലൊന്നുമാണ് ഈ ക്ഷേത്രം. 8 കൈകളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. കുംഭമാസത്തിലെ പൂരം നാളിൽ ആറാട്ടോടെ നടത്തപ്പെടുന്ന 8 ദിവസത്തെ ഉത്സവം 2022 മുതൽ ക്ഷേത്രത്തിൽ നടത്തിവരുന്നുണ്ട്. നവരാത്രിയാണ് മറ്റൊരു പ്രധാന ആഘോഷം. സ്വന്തമായ ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തിവരുന്നത്. 6. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശൂർ നഗരത്തിന് വടക്കുഭാഗത്ത് പാട്രാക്കലിൽ ഷൊർണൂർ റോഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ്. കൂടാതെ തുല്യ പ്രാധാന്യത്തിൽ ഭദ്രകാളിയുമുണ്ട്. 3 അടി ഉയരമുള്ള ഉണ്ണികൃഷ്ണന്റെ രൂപവും 4 അടി ഉയരമുള്ള തിരുവമ്പാടി അമ്മയുടെ വിഗ്രഹവുമാണ് ഇവിടെയുള്ളത്. കൂടാതെ ക്ഷേത്രത്തിന് പിറകിലായി ചെറിയൊരു ഗണപതി ക്ഷേത്രവുമുണ്ട്. ഇത് പ്രദേശത്തെ തമിഴ് ബ്രാഹ്മണരുടെ വകയുള്ള ക്ഷേത്രമാണ്. 5. ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. 1500 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് 3 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന ശിവകുടുംബ സാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ശിവഭഗവാനും പാർവതി ദേവിയുമാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ ദമ്പതി പൂജ അതിപ്രശസ്തമാണ്. ഭക്തജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. 4. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പഴയ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ഇത്. ഗുരുവായൂർ ദർശനം പൂർണ്ണമാകാൻ എല്ലാ ഭക്തജനങ്ങളും ഇവിടെയും പോകണം എന്നാണ് ആചാരം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പാർവതി ദേവിയെ ഇടത്തെ തുടയിലെത്തി ആനന്ദഭാവത്തിലിരിക്കുന്ന പരമശിവനാണ്. മമ്മിയൂരപ്പൻ എന്നാണ് ഇവിടെ ഭഗവാൻ അറിയപ്പെടുന്നത്. ശിവനെ കൂടാതെ തൊട്ടടുത്ത് തന്നെ മഹാവിഷ്ണുവും സാന്നിധ്യമരുളുന്നു. 3. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമനെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. 2. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയായ ഭഗവതിയുടെ മൂലകേന്ദ്രമായ കരുതപ്പെടുന്ന ഈ ക്ഷേത്രസന്നിധി കേരളത്തിലെ ആദ്യത്തെ കാളീക്ഷേത്രമാണ്. ദക്ഷിണേന്ത്യയിലെ ശാക്തേയ വിഭാഗത്തിന്റെയും പരാശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് ഈ മഹാക്ഷേത്രം. കൊടുങ്ങല്ലൂരമ്മ എന്ന് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു. 1. ഗുരുവായൂർ അമ്പലം. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ തിരുമല, ബദ്രിനാഥ് എന്നീ ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ഗുരുവായൂരപ്പൻ എന്നാണ് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നത്. പാതാളാജ്ഞനം എന്ന അപൂർവ ഇനം ശിലയിൽ തീർത്ത അതിമനോഹരമായ വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ്റേത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.